ചൈനയിൽ എന്താണ് നടക്കുന്നത്? ചൈനയിൽ നടക്കുന്നതൊന്നും പുറത്തു വരില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ചൈന തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്കുമേൽ പോലും സ്റ്റേറ്റിൻ്റെ സർവൈലൻസ് ഉള്ള ഒരു രാഷ്ട്രമാണ്. അങ്ങനെയുള്ള ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. കാരണം ഈ കോവിഡ് പോലുള്ള വിഷയങ്ങളൊക്കെ ചൈനയിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയുടെ ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഇടിഞ്ഞു. കാരണം പാകിസ്ഥാനിലുണ്ടായിരുന്ന ചൈനീസ് ആയുധങ്ങളാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചൈന ഇപ്പോൾ നിലവിൽ ഒരു സൂപ്പർ സൈനിക പരീക്ഷണം നടത്തുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. 1992 യൂണിവേഴ്സൽ സോൾജിയർ എന്ന ഹോളിവുഡ് സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഹോളിവുഡ് സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെയും റോബോട്ടുകളെയും സംയോജിപ്പിച്ച് സൂപ്പർ സൈനികരെ സൃഷ്ടിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ചൈന AI ഉപയോഗിച്ച് ജനിതക മാറ്റം വരുത്തിയ സൂപ്പർ സൈനികരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പരീക്ഷണത്തെക്കുറിച്ച് ലോകം ഇരുട്ടിലാണെന്നത് ഒരു മുൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടു. കാരണം ചൈനയുടെ ഈ പരീക്ഷണത്തെക്കുറിച്ച് ലോകത്തിന് യാതൊരുവിധ അറിവുമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശങ്കർ സിനിമയുടെ എന്തിനൻ എന്ന് പറഞ്ഞ സിനിമ എന്താണോ നമുക്ക് കാണിച്ചു തന്നത്, അതുപോലെ സമാനമായിട്ടുള്ള മനുഷ്യർ, ബുദ്ധിയും ബോധവും AI ഇൻ്റലിജൻസുമുള്ള, ചിന്തിക്കാനും കഴിവുള്ള മനുഷ്യരെ പോലെയുള്ള റോബോട്ടുകളെയാണ് ചൈന ഇറക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയുടെ ഈ പരീക്ഷണം ലോകത്തിന് അപകടകരമാകുമെന്ന് മുൻ ഇൻ്റലിജൻസ് ഓഫീസർ നിക്കോളാസ് എഫ്റ്റിമിയാറ്റ്സ് വിശ്വസിക്കുന്നു. ചൈന സൂപ്പർ സൈനികരെ സൃഷ്ടിക്കുന്നതിൽ പരീക്ഷണം നടത്തുന്നുണ്ടെന്ന് വിരമിച്ച US പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നിക്കോളാസ് എഫ്റ്റിമിയാസ് പറഞ്ഞു. ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ ഏറെക്കാലമായി ജനിതക മാറ്റം വരുത്തിയ സൂപ്പർ സൈനികരെ സൃഷ്ടിക്കാൻ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെന്ന് പരീക്ഷണം നടത്തി വരികയാണ്. ഇത്തരം പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സംസാരം ലോകത്തിന് പുതിയതല്ല. എന്നാൽ ചൈനയുടെ പശ്ചാത്തലത്തിൽ ആശങ്കാജനകമായിട്ടുള്ള കാര്യം ചൈനയുടെ പരീക്ഷണങ്ങളെക്കുറിച്ച് ലോകത്തിന് ഒന്നും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ചൈന എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തി അവസാനം അത് ലോകത്തിന് വിപത്തായി വരുമ്പോൾ മാത്രമാണ് ലോകത്തിന് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത്. ഈ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമ പോലെയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ ജീവിതവും ലോകരാജ്യങ്ങളുടെ കാര്യക്രമങ്ങളും എന്ന് ചൈന മനസ്സിലാക്കണമെന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തായാലും ചൈന തങ്ങളുടെ സൈനികരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി അവരുടെ DNA-യിൽ കൃത്രിമം കാണിച്ച് സൂപ്പർ സൈനികരെ സൃഷ്ടിക്കുകയാണെന്ന് അമേരിക്കൻ സെനറ്റർ മാർക്ക് വാർണർ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു. സെനറ്റർ വാർണറുടെ അവകാശവാദങ്ങളെക്കുറിച്ച് എഫ്റ്റിമിയാറ്റ്സ് പറഞ്ഞത്, ചൈനയുടെ സൂപ്പർ സൈനിക പരീക്ഷണങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥർ ഈ പരീക്ഷണങ്ങളിൽ ചിലത് വിജയം നേടിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മേൽനോട്ടത്തിലാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.